ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ചെറിയ വേദന വരിക. പിന്നെ പിന്നെ പടർന്നു കയറും. ശരീരമാസകലം വേദനിക്കും. ഒടുവിലായിരിക്കും അത് തിരിച്ചറിയുക ഒരു മാരക രോഗമാണ് എന്ന്. ഒരുവിധം എല്ലാ മാരക രോഗങ്ങളുടെയും കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെയാണിപ്പോൾ ആധാറിന്റെ കാര്യം. ചെറിയ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കി തുടങ്ങി. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആധാർ വേണം എന്നായിട്ടുണ്ട്. ആധാർ നിർബന്ധമാക്കണോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം പറയുമ്പോഴേക്കും ഒരുവിധപ്പെട്ട മനുഷ്യരെയെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് ആധാർ എടുപ്പിച്ചിരിക്കും കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി വിധികളുടെ അന്തസത്ത മറികടക്കുന്നതിലും ആ വിധിന്യായങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇത് അനന്ത് കുമാർ. ബംഗളൂരു സൌത്തിൽ നിന്ന് തുടർച്ചയായി ലോക്സഭയിലെത്തുന്ന അനന്ത് കുമാർ ഇത്തവണ തോൽപ്പിച്ചത് ഒരു പ്രമുഖനെയാണ്, നന്ദൻ നിലേക്കനി. മൻമോഹൻ സിംഗ് സർക്കാർ പ്രധാന കാര്യമായി പ്രഖ്യാപിച്ച യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ തലവനായിരുന്നു നന്ദൻ നിലേക്കനി. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം കുറ്റമറ്റതാക്കാൻ കൊണ്ടുവന്ന ആധാർ കാർഡിനോട് കടുത്ത എതിർപ്പായിരുന്നു അന്നെല്ലാം ബിജെപിക്ക്. പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് 2014 ബംഗളൂരുവിലെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി തന്നെ ആധാറിനെ എതിർത്തിരുന്നു. ആധാറിനെതിരെ മോദി എന്നൊന്ന് ഗൂഗിളിൽ തെരഞ്ഞു നോക്കിയാൽ ഇപ്പോഴും ഒരു വീഡിയോ കിട്ടും. भाइयों बहनों, मैं आज पहली बार एक बात पब्लिकली बताना चाहता हूं. ये आधार कार्ड को लेकर के केंद्र सरकार के सारे महाशय मुझे मिलने आए थे. मैंने उनको सैकड़ों सवाल पूछे थे. 2-2 घंटे तक मैंने चर्चा की थी और ये मुझे जवाब नहीं दे पाए थे. मैंने देश की सुरक्षा के संबंध में भारत के अंदर जो घुसपैठिए आ गए हैं उनके संबंध में क्या सोचा है पूछा. हिंदुस्तान के जो बॉर्डर डिस्ट्रिक्ट है, कोस्टल डिस्ट्रिक्ट है, उसके विषय में क्या योजना है मैंने पूछा. इनके पास कोई जवाब नहीं था. एक पॉलिटिकल गिमिक के सिवाय कोई लंबी सोच नहीं रही. ആധാർ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും ആധാർ ടീമിനും മറുപടിയില്ലെന്നും കാഴ്ചപ്പാടില്ലാത്ത രാഷ്ട്രീയ ഉഡായിപ്പാണ് ഇതെന്നും മോദി നടത്തിയ ട്വീറ്റ് ഇപ്പോഴും തെരഞ്ഞാൽ കിട്ടും. നന്ദൻ നിലേക്കനിക്കെതിരെ അനന്ത്കുമാറിന്റെ പ്രധാന പ്രചരണ ആയുധവും ആധാർ ആയിരുന്നു. Aadhaar card was implemented throughout the country without parliamentary sanction. Therefore, the question marks. Aadhaar card, whether it is a scam, what happened in Aadhaar card, how much of the public money was wasted, all these questions are raised. And not only that, people want to find out who is the culprit behind this Aadhaar card scam. നിലേക്കനി തോറ്റു. മോദി മന്ത്രിസഭയിൽ അനന്ത്കുമാർ മന്ത്രിയുമായി. ഇന്നിപ്പോൾ ഉണരാനും ഉറങ്ങാനും ഒഴികെ എല്ലാത്തിനും ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം ആധാറുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം. പാചക ഗ്യാസിന് സബ്സിഡി വേണമെങ്കിൽ ആധാർ വേണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആധാർ വേണം. സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ ആധാർ ഹാജരാക്കണം. നീറ്റ് പരീക്ഷ എഴുതാൻ വേണം, PF കിട്ടാൻ വേണം, ആദായ നികുതി അടയ്ക്കാൻ വേണം. ഇപ്പോൾ ഇതാ ബാങ്ക് അക്കൌണ്ട് തുറക്കാനും ആധാർ വേണം. എല്ലാ സേവനങ്ങൾക്കും ആധാർ നിർബന്ധമാക്കാനും ഓരോ പൌരനും ഓരോ ആധാർ നമ്പറായി മാറാനും ഉള്ള ഏക തടസ്സം സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കേസാണ്. അതൊഴിച്ചു നിർത്തിയാൽ മോദി അടക്കം BJP നേതാക്കൾക്ക് ആധാറിനെ പറ്റിയുള്ളത് മതിപ്പ് മാത്രം. പറയാനുള്ളത് ആധാറിന്റെ ഗുണഗണങ്ങൾ മാത്രം. BJPക്കും മോദിക്കും ഇപ്പോൾ ആധാർ പ്രിയങ്കരമാണ്. हम सब जानते हैं कि संसद में आधार एक्ट 2016 अब पास हो चुका है. इस एक्ट के पास होने के बाद अब हमें सब्सिडी हो या फिर तमाम दूसरी सुविधाएं हो, डायरेक्ट कैश ट्रांसफर के लिए आधार के प्रयोग की सुविधा अब हमें प्राप्त हुई है. 128 करोड़ की आबादी वाले हमारे देश में अब तक 102 करोड़ लोगों का आधार कार्ड बांटे जा चुके हैं. यानी अब देश की 79% जनसंख्या के पास आधार कार्ड है.